നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ, തിരിച്ചും നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ടോയെന്നും നിങ്ങൾക്കിടയിൽ തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടോ എന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. കുറച്ച് നാളായിട്ടുള്ള ഒരു റിക്വസ്റ്റഡ് ഇതാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. എന്താണെങ്കിലും നമുക്കിന്ന് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തിരിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങൾക്കിടയിൽ തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടോ എന്ന്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ട് കളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കും. അതല്ലാതെ ജനറൽ റീഡിങ്സിനെ കേട്ടുകൊണ്ട് നിങ്ങളൊരു തീരുമാനം ഒരു കാരണവശാലും എടുക്കരുത്. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചോ നിങ്ങളെ സംബന്ധിച്ചോ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊരു എനർജി ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും വെച്ച് തന്നെ ചെയ്ത് നോക്കണം. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിംഗ് എടുക്കണം കേട്ടോ. അതിനകത്ത് യാതൊരുവിധ സംശയവും നിങ്ങൾ കാണിക്കേണ്ട. കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല ഒരു മെസ്സേജ്, നല്ലൊരു ഗൈഡൻസ് അല്ലെങ്കിൽ നല്ലൊരു തീരുമാനം, ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിന്നെ കൂടുതലും നിങ്ങളുടെ തീരുമാനങ്ങൾക്കുമായിട്ടും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന ആ ഒരു ഗൈഡൻസിനും പ്രാധാന്യം കൊടുക്കണം. കാരണം നിങ്ങളുടെ അനുഭവങ്ങളും കണക്റ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഞാനൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടിയും പോസിറ്റിവിറ്റിയോട് കൂടിയും തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾക്കതിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും മെഡിറ്റേഷൻസും ഒക്കെ അതിൽ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിലെ ഓരോ കാര്യങ്ങളും റെസനേറ്റ് ആയിട്ട് വരിക തന്നെ ചെയ്യും. പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും ഞാൻ പറയുന്ന ഈ ഒരു എനർജിയെ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണം. കാരണം കർമ്മ എനർജിയാണ് പിന്നെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത്. അതുകൊണ്ട് ആ ഒരു എനർജിയിലേക്ക് വരാതിരിക്കാൻ മുന്നോട്ടേക്കുള്ള ലൈഫിൽ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മഫലം മാത്രമാണ് നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മൾ കൈകൊണ്ട് എഴുതുന്ന ഓരോ അക്ഷരങ്ങളിൽ പോലും കർമ്മ എനർജി കണക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ അത് തേടി വരുമെന്നുള്ളതും മനസ്സിലാക്കി തന്നെ മുന്നോട്ടേക്ക് പോകുക. കഴിയുന്നത് മറ്റൊരു വ്യക്തിയുടെ മനസ്സിനെ പെയിൻഫുള്ളാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തികളും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അത് തിരിച്ചു വരുന്നത് ഒരു സുനാമി പോലെയായിരിക്കും, 100 ഇരട്ടിയായിട്ടായിരിക്കും എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസ്, ഈ ഒരു സ്ട്രഗിളിങ്, പെയിൻ എനർജി, ഇതിൽ നിന്നൊക്കെ നമുക്ക് മൂവ് ഓൺ ചെയ്യാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നൽകേണ്ടത്. നമ്മുടെ സോളിന് ഒരു മോചനം കൊടുക്കുക. അതായത് പാസ്റ്റ് കാലഘട്ടങ്ങളിലെ പല കാര്യങ്ങളും കണക്റ്റ് ചെയ്തായിരിക്കും ഒരു സോള് നമ്മളിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ ആ ഒരു സോളിന് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു പാപമോചനം കൊടുക്കുക എന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയൊരു കർത്തവ്യം. ആ കർത്തവ്യത്തിൽ തന്നെ ഉറച്ച് നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സ് നോക്കാം. 3 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. നിങ്ങളോട് ആ ഒരു പേഴ്സണ് നിങ്ങൾ കൊടുക്കുന്ന പോലത്തെ ആത്മാർത്ഥ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാവുന്നതുമായിരിക്കാം. ഒരു ഫാമിലി എനർജി ആയിരിക്കാം തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജിയും ഒരു ഫാമിലി എനർജിയും മിക്സഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് ഇതിനകത്ത് ഭൂരിപക്ഷം വ്യക്തികൾക്കും വളരെ വ്യക്തമായിട്ടും അറിയാം. കാരണം തേർഡ് പാർട്ടിയെ നിർത്തിക്കൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ കണക്റ്റഡ് ആയിരിക്കുന്നത്. അതല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളിൽ നിന്നും തേർഡ് പാർട്ടിയിലേക്കാണ് ആ ഒരു വ്യക്തി പോയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടും അറിയാമെന്നുള്ളത് നമുക്ക് ഈ ഒരു എനർജിയിൽ സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ജൂൺ മാസക്കാരുടെ എനർജിയും ഓഗസ്റ്റ് മാസക്കാരുടെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും നിങ്ങളെ ആ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ട്. ദ സൺ കാർഡും 10 ഓഫ് കപ്സും ദ ലവേഴ്സും കണക്റ്റ് ചെയ്ത് നിൽക്കുന്നിടത്തോളം കാലം
നിങ്ങളോട് ആ ഒരു പേഴ്സൻ്റെ സ്നേഹം പവിത്രമാണ്. അതിൻ്റെ ആഴം, അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 3 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. പെയിൻ അനുഭവിക്കുകയാണ് അവർ ശരിക്കും കേട്ടോ. കാരണം അവരുടെ ജീവിതത്തിൽ അവരെന്തോ ഒരു കാര്യം എടുത്തു ചാടി മുന്നും പിന്നും നോക്കാതെ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് അവർക്കൊരു സ്റ്റക്നെസ് വന്നു. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ആ ഒരു പേഴ്സൺ വന്നതോ അതല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് മറ്റൊരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയതോ ആ ഒരു വ്യക്തി ചെയ്ത ഒരു എടുത്തുചാട്ടമായിരുന്നു എന്നുള്ള ഒരു എനർജിയിലാണ് ആ ഒരു പേഴ്സൺ കറൻ്റ്ലി കടന്നു പോകുന്നത്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റക്നെസ് അവർ അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ലോസ് എനർജി, മൈൻഡ് ലോസ് എനർജി ഈ ഒരു വ്യക്തിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്ന ഒരുപാട് പോസിറ്റിവിറ്റികളെല്ലാം സ്റ്റക്കായി പോയതായിട്ട്, ബ്ലോക്കായി പോയ ഒരു എനർജി കൂടി കാണുന്നുണ്ട്. എല്ലാ രീതികളിലും, അതായത് അവരുടെ ഒരു സാമ്പത്തികമായാലും ഇമോഷണലി ആയാലും കരിയർ പാതയിലായാലും അവരുടെ ജീവിതത്തിൻ്റെ 4 വശങ്ങളിലേക്ക് നോക്കുമ്പം 4ഉം സ്തംഭനാവസ്ഥയിലാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. കാരണം ചെയ്ത പ്രവൃത്തിയുടെ ഫലമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് ഇവരൊരു കർമ്മ നേരിടുന്ന ഒരു സമയവും കൂടിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ കാണാൻ പറ്റുന്നത്. അതായത് പ്രതീക്ഷകളെല്ലാം പല വഴിയിലേക്ക് ഒഴുകി പോകുന്നു എന്ന് പറയും. ഇവർ നേടിയെടുത്ത പല കാര്യങ്ങളും, ഇവരുടെ പേരും പ്രശസ്തിയും പോലും, ഇവർക്ക് 4 പേരാൽ റെസ്പെക്റ്റ് ലഭിക്കേണ്ട കാര്യങ്ങൾ പോലും മറ്റു പല രീതികളിൽ ഇവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കറൻറ്റ് സിറ്റുവേഷൻസാണ് ഈ ഒരു പേഴ്സൺ നേരിടുന്നത്. ശരിക്കും സ്ട്രഗിളിങ് നേരിടുകയാണ്, ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിന് ശക്തമാകുന്ന മുറിവേറ്റ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്. തീരുമാനങ്ങൾ ഉറച്ചതല്ല എന്നുള്ളതും ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഒരു കാര്യത്തിൽ ഉറച്ച തീരുമാനമെടുക്കാൻ വളരെ കറക്റ്റായിട്ട്, അതായത് ഒരു പോസിറ്റീവ് ആകുന്ന ഒരു ജഡ്ജ്മെൻറ്റ് നടപ്പിലാക്കാനോ നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. അതായത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള യോഗ്യത ഉണ്ടായിട്ടും അത് അനുഭവിക്കാനുള്ള യോഗമില്ലാത്തൊരവസ്ഥയിലൂടെ നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്താണെങ്കിലും വളരെ ആഴത്തിൽ ആലോചിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒരു ഇൻറ്റ്യൂഷൻ എനർജിയൊക്കെ ഉള്ള പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി. കൂടാതെ തന്നെ നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയൊരു പേഴ്സണാണ്. അതായത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിവ് നേടിയിരിക്കുന്ന വ്യക്തി. അതുപോലെ മുൻകൂട്ടി കാര്യങ്ങളെ വിധിക്കാൻ ചിന്തയിലൂടെയാണെങ്കിലും അവരുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ എനർജിയിലൂടെയാണെങ്കിലും അവർക്ക് മുൻകൂട്ടി കാര്യങ്ങളെ കാണാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും എല്ലാം കഴിവുള്ളൊരു പേഴ്സൺ ആയിട്ട് പോലും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ബ്ലോക്കേജ് എനർജിയിലാണ് നിൽക്കുന്നത്. ബൗണ്ടറി തീർക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ്, ഒരുപാട് കോൺഫ്ലിക്റ്റ് മൈൻഡോട് കൂടി നിൽക്കുന്ന, സ്വയം പ്രൊട്ടക്ഷൻ നേടാൻ, സ്വയം ആ ഒരു വ്യക്തിയെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തി സ്ട്രഗിളിങ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കർമ്മ ബേസിലാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. ശക്തമാകുന്ന വീഴ്ചകളിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് അവർക്ക് ഇമോഷൻസ് ഉണ്ടെങ്കിലും അവരുടെ സാഹചര്യങ്ങൾ അത് പ്രകടിപ്പിക്കാനോ അത് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാനോ പറ്റാത്ത വിധമുള്ള പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ശരിക്കും അവരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കർമ്മ എനർജി നേരിടുന്നത് മാത്രവുമല്ല, അവർക്ക് ഒരുപാട് വീഴ്ചകളും തെറ്റുകളും പല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. നല്ലൊരു ഹൈഡിങ് എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് കേട്ടോ. അതായത് ഈ ഒരു വ്യക്തിക്ക് ചുറ്റുമുള്ള എല്ലാ ബന്ധങ്ങൾക്കും മുന്നിലും ഈ ഒരു പേഴ്സൺ ശക്തമാകുന്ന ഹൈഡ് എനർജിയിലൂടെ കടന്നുപോയ ഒരു പാസ്റ്റാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ ഫലം അവരെ തേടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായിട്ടാണ് നമുക്ക് ഈ ഒരു പേഴ്സണെ കാണാൻ സാധിക്കുന്നത്. ഒന്നെങ്കിൽ അവരുടെ ഒരു കർമ്മയായിരിക്കാം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി കൊണ്ടാവാം അവരെ സംബന്ധിച്ച് ഒന്നിലധികം തെറ്റുകൾ ചെയ്തിട്ട് അതെല്ലാം ഹൈഡ് ചെയ്യുകയും പ്രൊട്ടക്റ്റഡായി നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെങ്കിലും ഇപ്പം അവരതിൻ്റെ എല്ലാം ഫലം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ജസ്റ്റിസ് എനർജിയൊക്കെയാണ് കയറി വരുന്നത്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചെയ്ത പ്രവൃത്തിയുടെ ഫലം ആ ഒരു വ്യക്തി നേരിട്ടേ പറ്റുള്ളൂ എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആർക്കും അത് തടയാൻ സാധിക്കില്ല. അപ്പം നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു വ്യക്തിക്ക് ഒന്നിലധികം കാര്യങ്ങളെ ഹോൾഡ് ചെയ്യേണ്ടി വരുന്നു.
ഹൈഡ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളോടൊപ്പം തന്നെ മുന്നോട്ടേക്ക് പോകണമെന്നും നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് തുറന്നു പറയണമെന്നും നിങ്ങളും ഒരുമിച്ചൊരു സെലിബ്രേഷൻ വേണമെന്നും, അതായത് ഒരു സിംഗിൾ എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു മാര്യേജ് എനർജി വേണമെന്നുമൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു വ്യക്തിക്കൊരു അൺഹെൽത്തി എനർജിയാണ്. എല്ലാം ഒരു ബ്ലോക്കേജ് പോലെയും ടോക്സിക് പോലെ പെയിൻ എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ നിർത്തിയോ അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസിനെ നിർത്തിയോ ഈ ഒരു വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈഫിൽ. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഹാർട്ട് ബ്രോക്കൺ എനർജിക്ക് ഏറ്റവും വലിയ കാരണം ഈ ഒരു വ്യക്തി ഇപ്പോൾ ഈ അനുഭവിക്കുന്ന ഇമോഷണൽ പെയിനിന്, അതുപോലെ കൺഫ്യൂഷൻ, ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത കൺഫ്യൂഷൻ എല്ലാം കാരണമെന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ ആണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് ഏറ്റവും ശക്തമാകുന്ന കർമ്മ നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഈ ഒരു വ്യക്തിയുടെ പവർ, പേഴ്സണാലിറ്റി, ആ ഒരു എന്താ പറയുക, ഒരു സ്ട്രെങ്ത്, എനർജി എല്ലാം നഷ്ടപ്പെട്ട പോലെ ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും, അതായത് ഒരു ഉയർച്ചയിലേക്ക് പോകേണ്ട സമയത്ത് പോലും ആ ഒരു വ്യക്തിക്ക് ആ ഉയർച്ച അനുഭവിക്കാനോ അതല്ലെങ്കിൽ അത് ലഭിക്കാനോ നേടിയെടുക്കാനോ സാധിക്കാത്ത വിധമുള്ള ബ്ലോക്കേജുകൾ സംഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കുറച്ച് ഈഗോ എനർജി കൂടി ഒരു വ്യക്തിയിലുണ്ട്. കാരണം എത്രത്തോളം വീഴ്ച സംഭവിച്ചാലും ആ ഒരു വ്യക്തി അത് പ്രകടിപ്പിക്കാത്ത വിധം പിടിച്ചു നിൽക്കാനുള്ളൊരു പവർ ആ ഒരു വ്യക്തിക്കുണ്ട്. ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ എത്രത്തോളം പെയിൻ ആയാലും ആ ഒരു പേഴ്സൺ പുറമേ അത് പ്രകടിപ്പിക്കില്ല. ആ ഒരു ഈഗോ എനർജിയുടെ പവർ തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു സ്ട്രെങ്തിലൂടെ കടന്നു പോകാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും സൺ എനർജിയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രാധാന്യവും ഏറ്റവും പ്രഷ്യസും അത്ഭുതകരമാകുന്ന രീതിയിലും നോക്കുന്നത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളിൽ വലിയ ഒരു മാറ്റം, ഒരു മാജിക് എനർജി ആയിട്ടാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെയും നിങ്ങളുടെ ബന്ധത്തെയും കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ആത്മസംതൃപ്തിയും അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ലൈഫിലൊരു പോസിറ്റിവിറ്റി അനുഭവിച്ചതും ആ ഒരു വ്യക്തി സന്തോഷിച്ചതും അതുപോലെ തന്നെ എല്ലാ പോസിറ്റീവുകളും, എല്ലാ രീതിയിലുള്ള പോസിറ്റിവിറ്റികളും ആ ഒരു വ്യക്തി ആസ്വദിച്ചതുമെല്ലാം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് കൊണ്ടും നിങ്ങളിൽ നിന്ന് ലഭിച്ച സ്നേഹവും നിങ്ങൾക്ക് നൽകിയ സ്നേഹവും തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ആ ഒരു വ്യക്തി സ്നേഹിച്ചതുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രമാണ്. പക്ഷെ ആ ഒരു ചിന്ത ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു എനർജിയെക്കുറിച്ച്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വളരെയധികം ഡിപ്രഷൻ, ആൻസൈറ്റിയിലൂടെ കടന്നു പോവുകയാണ്. കാരണം നിങ്ങൾക്കിടയിൽ വരുത്തി വെച്ച ഓരോ പ്രോബ്ലംസുകളും ആ ഒരു വ്യക്തി ഇന്ന് അനുഭവിക്കുകയാണ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ നേരെ പ്രയോഗിച്ചത്, നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ മുമ്പിൽ ആ ഒരു വ്യക്തി നിങ്ങളെ അത്ര ആഴത്തിൽ സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് നേരെ ആ ഒരു വ്യക്തി പ്രയോഗിച്ച ചില രീതിയിലുള്ള നെഗറ്റീവ് ആകുന്ന കാര്യങ്ങളുടെ ഫലം ഇന്ന് ആ വ്യക്തിയിലേക്ക് തിരിച്ചു വന്നു എന്ന് തന്നെ പറയാൻ പറ്റും. നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇന്ന് ആ വ്യക്തി അനുഭവിക്കുന്ന കർമ്മ അല്ലെങ്കിൽ അനുഭവിക്കുന്ന തകർച്ച, ഇതെല്ലാം നിങ്ങൾക്ക് നേരെ ഉപയോഗിച്ച നല്ല മൂർച്ചയുള്ള ആയുധങ്ങൾ തന്നെ ആയിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി 24 അവേഴ്സും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ നല്ല രീതിയിൽ കൺട്രോളിങ്, അതായത് നിങ്ങളെ ആ ഒരു വ്യക്തി സ്നേഹിച്ചിട്ടുണ്ട്, ആ വ്യക്തിനെ നിങ്ങൾ സ്നേഹിച്ചതും അറിയാമെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഓവർ കൺട്രോളിങ് എനർജി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു പേഴ്സൺ ഇമോഷൻസിൻ്റെ ബൗണ്ടറി തീർത്തിരുന്നു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് കേട്ടോ. ഇപ്പോഴൊരു ബൗണ്ടറി എനർജി ആ ഒരു ഈ റിലേഷനിൽ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു പവർ, ആ ഒരു നിങ്ങളുടെ ആ ഒരു എനർജി ആ ഒരു വ്യക്തിയിൽ നിന്നും വിട്ടുപോയിട്ടില്ല. കാരണം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ സോളിൽ നിന്നും പോകാതെ ഏറ്റവും പവർഫുള്ളായിട്ട് ഇപ്പോഴും നിൽക്കുന്നെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അവർ വളരെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ എനർജി അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം എൻഡായി പോയ റിലേഷൻ്റെ എനർജി കാണുന്നുണ്ട് കേട്ടോ. എത്രയും ഉയർച്ചയിലേക്ക്, എത്രയും
പോസിറ്റീവായ ഒരു എനർജിയിലേക്ക് ചെന്ന് നിന്ന ആ ഒരു റിലേഷൻ അതുപോലെ തലകുത്തനെ വീണുപോയൊരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അവസാനിച്ച ഒരു ട്രാജഡി എനർജിയിലാണ് ഈ ഒരു റിലേഷൻ ശരിക്കും നിൽക്കുന്നത്. അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പ്രസൻസ് വന്നതുകൊണ്ടാണ്. ഇത്രയും ആഴത്തിൽ നിങ്ങളെ സ്നേഹിച്ചിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് അവർ പോകേണ്ടി വന്നുവെങ്കിൽ, നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടാവേണ്ടി വന്നുവെങ്കിൽ, തീർച്ചയായിട്ടും അത് വിധി തന്നെയാണ്, കർമ്മ എനർജി തന്നെയാണ്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് പെയിൻഫുൾ ആകുന്ന സിറ്റുവേഷൻസിലൂടെ, ഒറ്റപ്പെടലിലൂടെയും കുറച്ച് കാര്യങ്ങളെ, നിങ്ങൾക്ക് ചുറ്റുമുള്ള വേറെ കുറച്ച് വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ആഴത്തിൽ അറിയേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ ഇത്രയും ശക്തമാകുന്ന ഒരു ട്രാജഡി എനർജി കണക്ട് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും അവർ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ അവരെ വിട്ടു പോകില്ല, നിങ്ങളിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം അവരുടെ ഉള്ളിലുണ്ട്. നിങ്ങളെ നിർത്തിക്കൊണ്ട് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് പ്രാധാന്യം കൊടുത്ത വ്യക്തികളാണ്. പക്ഷേ ആ ഒരു പ്രാധാന്യം കൊടുത്തുവെങ്കിലും അവരുടെ എപ്പോഴും ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു എനർജി നിങ്ങളിൽ തന്നെ കണക്ട് ചെയ്ത് നിർത്തിയിരുന്നു. നിങ്ങൾക്കൊരു ബൗണ്ടറിയും കൺട്രോളിങ്ങും ഒക്കെ അവർ ശരിക്കും ശക്തമായിട്ട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ശരിക്കും നിങ്ങളെ ഒന്ന് മാറ്റി നിർത്തുകയല്ല, നിങ്ങൾ അവർ പറയുന്നത് അനുസരിച്ച് വേണമെങ്കിൽ ആ ഒരു ബന്ധത്തിൽ തുടരാം എന്നുള്ള ചില നിയമങ്ങളൊക്കെ അവർ നടപ്പിലാക്കിയ സിറ്റുവേഷൻസ് നമുക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസിനെ അവരെപ്പോഴും റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നിങ്ങളെ വളരെയധികം ആ ഒരു വ്യക്തിയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ച ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് എത്രത്തോളം അടുക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തി റിജക്ഷൻ, അതായത് മാറി മാറി പോയൊരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നും അനുഭവിക്കാൻ സാധിച്ചത്. പക്ഷേ ഹാപ്പി ഫാമിലി എനർജിയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്ന നിങ്ങളെയാണ്. പക്ഷേ നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത വിധമുള്ള കർമ്മ എനർജി ആ ഒരു ബന്ധത്തിൽ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിടയിൽ ഒരു കാർമിക് ടൈമിംഗ് ഉണ്ടായിരുന്നു. ഇതൊരു സോൾ കണക്ഷൻസ് തന്നെയാണ്, പക്ഷേ ഇതൊരു കാർമിക് ടൈം എനർജി ഉണ്ടായിരുന്നു. ആ ഒരു കാർമിക്ക് വന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ആഴം, ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാനും അതിനെ വാല്യുബിളായിട്ട് കൊണ്ടുപോകാനും പറ്റാതെ പോയത് 10 ഓഫ് സോഴ്സും 10 ഓഫ് കപ്സും ദ ലവേഴ്സും അടുത്തടുത്താണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ കർമ്മ എനർജി കളിച്ചത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോ കുറച്ച് എക്സ്പീരിയൻസ്, അതായത് കുറച്ച് പാസ്റ്റിലെ എനർജിയെ കണക്ട് ചെയ്തോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ആരോടെങ്കിലും ചെയ്തു പോയൊരു പ്രവൃത്തിയുടെ ഫലമായിട്ടോ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ചെറിയ രീതിയിലുള്ള ഒരു കർമ്മ നേരിടേണ്ടതായിട്ടുണ്ടായിരുന്നതിൻ്റെ ഫലമാണ് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴത്തിന് വിള്ളലും സെപ്പറേഷനും ഒക്കെ ബ്ലോക്കേജ് വരാനുണ്ടായ കാരണമെന്നാണ് കാണാൻ പറ്റുന്നത്. കാരണം ഇതൊരു പൂർവ്വമായിട്ട് ഒരിക്കലും വേർപിരിഞ്ഞു പോകാൻ പറ്റാത്തൊരു ബന്ധം തന്നെയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിനെ വിട്ട് കളയാൻ പറ്റില്ല. നിങ്ങൾ എത്രത്തോളം ഹോൾഡ് ചെയ്യാമോ, എത്ര കാലം വെയിറ്റ് ചെയ്യാമോ, നിങ്ങൾ അത്രത്തോളം തയ്യാറാണ്. നിങ്ങൾ അതിനകത്ത് ഹാപ്പിനെസ്സാണ് കണ്ടെത്തുന്നത്. ഈ ഒരു വ്യക്തി നൽകുന്ന പെയിനിലും നിങ്ങൾ സന്തോഷം കണ്ടെത്തി. ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആ വേദനകളെല്ലാം നിങ്ങൾ സന്തോഷമാക്കി എടുത്ത വ്യക്തികളായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാത്തിരിക്കാൻ മടിയില്ല എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുക എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. കർമ്മ ആ ഒരു ബർഡൻ അവസാനിക്കട്ടെ. അതായത് 10 ഓഫ് വാൺസ്, 10 ഓഫ് കപ്സ്, 10 ഓഫ് സോഴ്സ്, ഇതൊക്കെയാണ് എനർജിയായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് മാറ്റം വരും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഇമോഷൻസ് പൂർണ്ണമായും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ അനുഭവിക്കാൻ സാധിക്കും. അതായത് ലവേഴ്സ് എനർജിയാണ്. ആ ഒരു പേഴ്സണ് നിങ്ങളിലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിലും അല്ലാതെ മറ്റൊന്നിലും തൃപ്തിപ്പെട്ടുള്ളൊരു സ്നേഹമോ പ്രണയമോ ഒന്നും ഉണ്ടാകുകയില്ല. അതുപോലെ ഈ ഒരു വ്യക്തിയുടെ സപ്പോർട്ടും സാന്നിധ്യവും മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ച്
അവരെ സംബന്ധിച്ചും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുകയും ജീവിക്കാൻ തോന്നുകയും ചെയ്യുന്നതെന്നുള്ള എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായ തോട്ട്സ് ആണ് കേട്ടോ. അതായത് ഈ ഒരു ബന്ധത്തിന് എന്താണ് മൂല്യം, എന്താണ് അർത്ഥമെന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട്സും ഒരു ബ്ലോക്കേജ്, ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസും നിങ്ങളുടെ റിലേഷനിൽ തേർഡ് പാർട്ടി എനർജി ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു ഇടപാടിലൂടെ കണക്റ്റഡ് ആയ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ഉണ്ട്. അത് നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ ശക്തമാകുന്ന ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോയ സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. മറ്റൊരു ഫെമിനിയൻ എനർജിയുടെ കണക്ഷൻസ് പറഞ്ഞ് ചില വ്യക്തികളിൽ ഇമോഷണലി ടു ഫേസ് എനർജി, അതായത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ, സംശയം തോന്നിയ സിറ്റുവേഷൻസ്, ഇമോഷണൽ പരമായിട്ട് ചീറ്റിംഗ് ചെയ്യുന്നുണ്ടോ, ഈ ഒരു വ്യക്തി കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നതിൻ്റെ പുറത്തൊരു പ്രോബ്ലംസ് വന്നതും തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നിൽപ്പുണ്ട്. ഒരു തകർച്ച, ഒരു വീഴ്ച നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ടോക്സിക് എനർജി കണക്റ്റഡ് ആയ സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു പുതിയ പ്രണയം, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട് കർമ്മ എനർജിയിൽ, കാർമിക് എനർജി ആയിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്നതും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ബന്ധത്തിനൊരു അർത്ഥമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് കാണുക, ഇരിക്കുക, വെയിറ്റിംഗ് ചെയ്യുക. ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി ഉള്ളവർക്കൊക്കെ വളരെ പോസിറ്റീവ് ആകുന്ന റിസൾട്ട് ഉടനെ തന്നെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുമെന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. അപ്പം പ്രാർത്ഥിക്കുക, നല്ലപോലെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണോ ഈ ഒരു കറൻറ്റിൽ പൂർത്തീകരിക്കേണ്ടത് ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ബാലൻസ് എല്ലാം ഡിവൈൻ അതിൻ്റേതായ സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ച് നൽകുമെന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ.